ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ചാപ്റ്റർ 3 ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ്. അതിൽ വരുന്ന പാർട്ട് 2 ആണ്. ദാറ്റ് ഈസ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിങ്സ് ആൻഡ് കോമ്പണൻറ്റ്സ് ഓഫ് ബിൽഡിങ്സ്. ചാപ്റ്റർ 3 ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ബിൽഡിങ്സ് ആൻഡ് കോമ്പണൻറ്റ്സ് ഓഫ് ബിൽഡിങ്സ്. ഒരു സൈറ്റ് നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ വരുന്നത് കോമ്പണൻറ്റ്സ് അഥവാ പാർട്സ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ കോമ്പണൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് സെക്കൻഡ് സെഷനിൽ വരുന്നത്. ഓക്കെ, സോ നമുക്ക് സെലക്ഷൻ ഓഫ് എ സൈറ്റ് ഫോർ ബിൽഡിംഗ് എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലാനിങ് ഓഫ് എ ബിൽഡിംഗ് ഈസ് ദി പ്രീ റിക്വസിറ്റ് ഓഫ് എനി ടൈപ്പ് ഓഫ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആയിക്കോട്ടെ, അതിന് ഏറ്റവും ബേസിക്കലി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്ലാനിങ് സെഷനാണ്. നമുക്കിപ്പോൾ ഒരു ലാൻഡ് ഏരിയ കിട്ടി, അവിടെ ഒരു വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ടത് ആ ഒരു ലാൻഡ് ഏരിയയിലേക്ക് അനുസൃതമായിട്ടുള്ളൊരു പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ്. സോ വിത്തൗട്ട് ഒരു പ്ലാനിങ് നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, സോ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ, അതായത് ഒരു സൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സാണ് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദിസ് എൻഷുവേഴ്സ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ സറൗണ്ടിങ്സ്, നാച്ചുറൽ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ, ദർബൈ ടു അച്ചീവ് കംഫർട്ടബിൾ ആൻഡ് ട്രാങ്ക്വിൽ ലിവിങ് കണ്ടീഷൻ. അതായത് നമ്മൾ ഇനീഷ്യലി ഇത്തരത്തിലൊരു പ്ലാനിങ് പ്രോസസ്സ് നടത്തിയതിന് ശേഷമാണ് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റിംഗ്, വെന്റിലേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം കൺസിഡറേഷൻ കൊടുക്കാൻ സാധിക്കും. ആൻഡ് അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്കൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കാം ആയിട്ടുള്ളൊരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ലിവിങ് കണ്ടീഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ ഇനീഷ്യലി ഒരു വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു വീട് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൈറ്റിന് അനുസൃതമായിട്ടുള്ളൊരു പ്ലാൻ വരയ്ക്കുക. സോ ആ ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആ സൈറ്റിൽ വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ സൈറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പ്ലാൻ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലുള്ള നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആ ഒരു വീട്ടിൽ എൻഷുർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു ലാൻഡ് ഏരിയയുടെ ഡയറക്ഷൻ, അതായത് അവിടുത്തെ നമ്മുടെ സൺലൈറ്റിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക, അവിടുത്തെ ക്ലൈമറ്റോളജി ഒന്ന് മനസ്സിലാക്കുക, വിൻഡിൻ്റെ ഡയറക്ഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ ചെയ്യുന്ന വിങ്ങിന് മേ ബി ആർക്കിടെക്ട് ഓർ എഞ്ചിനീയർ ഓർ ഡിസൈനർ ആരാണെങ്കിലും അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷന് അനുസൃതമായിട്ടുള്ള തരത്തിൽ അവിടെ ആ ഒരു വീടിൻ്റെ റൂമുകളുടെ പൊസിഷനിങ് അല്ലെങ്കിൽ വെന്റിലേഷൻ പ്രോസസ്സസ്, അതായത് വിൻഡോസ്, ഡോർസ് ഇവയെല്ലാം കൊടുക്കുന്ന പൊസിഷനിങ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിൽ ആ ഒരു ലാൻഡ് ഏരിയയുടെ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കി പ്ലാൻ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് എൻഷുർ ചെയ്യാൻ സാധിക്കും. പ്ലാനിങ് ഇൻക്ലൂഡ്സ് സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സൈറ്റ്, ഓറിയൻറ്റേഷൻ ഓഫ് ബിൽഡിംഗ്, പ്രൊവിഷൻ ഓഫ് ആൾ ഫങ്ഷണാലിറ്റീസ് ഇൻറ്റൻഡഡ് ഫോർ ദാറ്റ് ബിൽഡിംഗ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സൈറ്റ് തന്നെയാണ്. ദെൻ ഓറിയൻറ്റേഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ലാസ്റ്റ് വൺ പ്രൊവിഷൻ ഓഫ് ആൾ ഫങ്ഷണാലിറ്റീസ് ഇൻറ്റൻഡഡ് ഫോർ ദാറ്റ് ബിൽഡിംഗ്. അതായത് നമുക്കിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കണം. സോ അതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ് ഒരു റൂറൽ ഏരിയ, അതല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പ്രപ്പോസൽ നടത്താൻ പറ്റാത്തൊരു ഏരിയയിലാണെങ്കിൽ, ഒരു തനി നാട്ടിൻപുറത്താണ്, പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ ഒരിക്കലും അത് പ്രാക്ടിക്കലി സക്സസ് ആവില്ല. സോ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് എന്താണോ അതിനനുസൃതമായിട്ടുള്ളൊരു ലൊക്കേഷൻ വേണം കണ്ടെത്താൻ. സോ അതുതന്നെയാണ് പ്ലാനിങ് സെഷനിലെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സൈറ്റ്. അതിനുശേഷം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലത്തെ ഡയറക്ഷണൽ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ക്ലൈമറ്റോളജിക്കൽ കണ്ടീഷൻ, ദെൻ റോഡ് ആക്സസിബിലിറ്റി,
നമുക്കൊരു ലാൻഡ് ഏരിയ ഉണ്ടെങ്കിൽ അതിൻ്റെ റോഡിൻ്റെ ഡയറക്ഷൻ ഏത് സൈഡിലാണ്, ഡെഫിനറ്റ്ലി ആ ഒരു സൈഡിലേക്കായിരിക്കും നമ്മൾ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ വീടിൻ്റെയൊക്കെ ഫ്രണ്ടേജ് കൊടുക്കുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു സൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ പേർപ്പസ് എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് ആയിരിക്കും നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതാണ് ഒരു സൈറ്റ്, ഒരു സെലക്ഷൻ ഓഫ് സൈറ്റിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. പ്ലാനിങ്ങിൻ്റെ കേസിൽ നമുക്ക് സ്യൂട്ടബിൾ സൈറ്റ്, നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സും ഓറിയൻറ്റേഷനും എല്ലാം എൻഷുർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, നൗ the various factors are to be considered for the selection of a site for residential building are, നമ്മളൊരു സൈറ്റ്, അതായത് ഒരു ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേരിയസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ സൈറ്റ് ഷുഡ് ബി ഫെയർലി ലെവൽ വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് സോയിൽ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫെയർലി ലെവൽ വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് സോയിൽ എന്നാണ് പറയുന്നത്. നല്ല ലെവൽ ആയിട്ടുള്ള നല്ല സോയിൽ വിത്ത് പ്രോപ്പർ ക്വാളിറ്റി, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള, അത്യാവശ്യം സ്ട്രെങ്തൻ ഉള്ള സോയിൽ കണ്ടീഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലെവൽഡ് ആയ ഏരിയ വേണം നമ്മൾ സ്യൂട്ടബിളി സൈറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ. പക്ഷേ നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല സ്ഥലത്തും വളരെ സ്റ്റീപ്പായിട്ടുള്ള ലാൻഡ് ഏരിയയിലെല്ലാം നമ്മൾ ബിൽഡിങ്സ് അല്ലെങ്കിൽ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. സോ ജനറലി നമുക്ക് വളരെ ലെവലായിട്ട് നല്ല സോയിൽ സ്ട്രെങ്ത് ഉള്ള ഏരിയാസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ വളരെ സ്റ്റീപ്പായിട്ട് വളരെ അധികം ചെരിവും സ്ലോപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും നമുക്കവിടെ വീട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് പ്രാക്ടിക്കലി ഒരുപാട് എക്സ്പെൻഡിച്ചേഴ്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് അതെല്ലാം മാറ്റാനുണ്ട്. സോ ബേസിക്കലി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ഒരു ഫെയർലി ലെവലായിട്ടുള്ള ഗുഡ് ക്വാളിറ്റി സോയിലുള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് വൺ, ദ ലൊക്കേഷൻ ഷുഡ് ബി കാം ബട്ട് റീസണബിളി ഡെവലപ്ഡ്. വളരെ കാമായിട്ടുള്ള ഒരു ശാന്തതയുള്ളൊരു സ്പേസ് ആയിരിക്കണം. പക്ഷേ അവിടെ അത്യാവശ്യം ഡെവലപ്മെൻറ്റ് വേണം. ശാന്തത എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഏരിയയിലേക്ക്, ഒരുപാട് ഉള്ളിലേക്ക് പോയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ മറ്റ് അമ്യൂണിറ്റീസോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയിൽ നമ്മൾ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് വളരെയധികം പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഫർദർ നമുക്ക് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഡെവലപ്പിംഗ് ഏരിയയിലായിരിക്കണം. പക്ഷേ നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് കണ്ടീഷൻ എൻഷുർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ അവിടെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, തേർഡ് വൺ, ഇറ്റ് ഷുഡ് ബി വെൽ കണക്റ്റഡ് ബൈ റോഡ്സ് ആൻഡ് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ വെൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കണം. റോഡ് ഫെസിലിറ്റി അതല്ലെങ്കിൽ നിയർ ബൈ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ, അത്തരത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്തൊക്കെയാണോ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അത് എൻഷുർ ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. ഇറ്റ് ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. നമുക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് തീരെ ഇല്ലാത്തൊരു ഏരിയ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതല്ലെങ്കിൽ വളരെ എലോണായിട്ട് മറ്റു വീടുകളോ അല്ലെങ്കിൽ താമസങ്ങളോ ആളുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ, ഒരു ഉൾനാടൻ ഏരിയയിൽ ആരും ഇല്ലാത്തൊരു പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ വളരെയധികം ബാധിക്കും. ദെൻ ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് സീവർ ലൈൻ ഷുഡ് ബി അവൈലബിൾ. വൈദ്യുതി, അതുപോലെ വെള്ളം, ദെൻ സീവർ, വേസ്റ്റ് പൈപ്പ്സ്, ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഷുഡ് ബി അവേ ഫ്രം ഹസാർഡസ് ഇൻഡസ്ട്രീസ്. ഹസാർഡസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഏരിയയിൽ നിന്നും ഫാർ എവേ ആയിട്ടായിരിക്കണം നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് വേണ്ടി കണ്ടെത്തുന്ന സൈറ്റ്. ദെൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ്, വാട്ടർ ലോഗ്ഡ് ഏരിയാസ് ആൻഡ് റിക്ലെയിംഡ് ലാൻഡ് ഷുഡ് ബി അവോയ്ഡഡ്. ഫ്ലഡ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള അത്തരത്തിലുള്ള ഒരു ലാൻഡ് ഏരിയ, അതുപോലെ തന്നെ വാട്ടർ ലോഗ്ഡ് ഏരിയാസ്, എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ളൊരു ഏരിയ. റിക്ലെയിംഡ് ലാൻഡ്, നമ്മൾ മണ്ണെല്ലാം ഇട്ട് നമ്മൾ വീണ്ടും എന്താ പറയുക മറ്റു ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡിൽ മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ട് കിടക്കുന്ന, അതായത് സോയിലിന് സ്ട്രെങ്ത് ഇല്ലാത്ത തരത്തിലുള്ള ഏരിയാസ്, അതെല്ലാം നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുവാൻ വേണ്ടി സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ സൈറ്റ് ഷുഡ് ഹാവ് ഗുഡ് നാച്ചുറൽ വെൻറ്റിലേഷൻ ആൻഡ് ലൈറ്റിംഗ്. നമ്മുടെ സൈറ്റിന് വളരെയധികം നാച്ചുറൽ വെൻറ്റിലേഷനും ലൈറ്റിങ്ങും എൻഷുർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നാച്ചുറൽ വെൻറ്റിലേഷൻ അല്ലെങ്കിൽ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സിൽ, അതായത്
AC അല്ലെങ്കിൽ ഫാൻ അത്തരത്തിലുള്ളതല്ലാതെ തന്നെ നോർമൽ വെൻറ്റിലേഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ലൈറ്റിംഗ്, സൺലൈറ്റ് പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. The amenities like schools, recreation centers, shopping centers, hospitals should be nearer. സ്കൂൾസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്, ഹോസ്പിറ്റൽസ് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം നിയർ ബൈ ആയിട്ട് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സൈറ്റ് ഷുഡ് ഹാവ് ക്വിക്ക് ഡ്രെയിനേജ് പ്രോപ്പർട്ടീസ്. നമുക്ക് നല്ല വെള്ളം അവൈലബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി ആണോ നമുക്ക് ആ സൈറ്റിലുള്ളതെന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് വെള്ളത്തിനെല്ലാം വളരെയധികം സ്കാർസിറ്റി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അവിടുത്തെ താമസം ഒരു ഡിസ്കംഫർട്ട് ആയിരിക്കും. സോ ആ ഒരു കാര്യം എൻഷുർ ചെയ്യണം. ദെൻ ഇറ്റ് മേ ഹാവ് റെഗുലർ ഷേപ്പ് വിത്ത് സഫിഷ്യൻറ്റ് ഫ്രണ്ടേജ്. ഒരു ഇറഗുലർ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ലാൻഡിനേക്കാൾ ബെറ്റർ ഒരു പ്രോപ്പർ ഷേപ്പുള്ള ഒരു ലാൻഡ് ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജ് ഏരിയ, അത്യാവശ്യം ഫ്രണ്ടിലൊരു നല്ലൊരു ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്ന രൂപത്തിലുള്ള ഒരു ഏരിയ ആണെങ്കിൽ വളരെ അധികം നല്ല രീതിയിൽ നമുക്കൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്പേസ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ദെൻ ദ ഏരിയ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഏരിയ പ്രസൻറ്റിലും അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഫർദർ ഡെവലപ്മെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ അതിനുകൂടെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ അതിനുകൂടെ ആവശ്യമായ ഏരിയ അല്ലെങ്കിൽ ലാൻഡ് ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പുതിയൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടെത്തി നമ്മളത് വാങ്ങി അവിടെ ഒരു വീട് വെക്കുകയാണ്. സോ ആ ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ മേ ബി ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമോ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് തോന്നുകയാണ് താഴത്തെ ഒരു ബെഡ്റൂം കൂടി വേണം, ഒരു ബെഡ്റൂം കൂടി അവിടെ ഉണ്ടാക്കാമെന്ന് കരുതുമ്പോൾ അത്തരത്തിലുള്ള ഒരു അഡീഷണൽ കൺസ്ട്രക്ഷൻ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാവോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും. ഓക്കെ, ദ പ്ലേസസ് പ്രോൺ ടു എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ ഷുഡ് ബി അവോയ്ഡഡ്. എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത്തരം ഏരിയാസ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ദെൻ ദ പ്രോപ്പർ ഓണർഷിപ്പ് ആൻഡ് അതർ ലീഗൽ മാറ്റേഴ്സ് ഹാവ് ടു ബി ചെക്ക്ഡ് ബിഫോർ ബൈയിങ് എ സൈറ്റ്. ആ ഒരു സ്ഥലത്തിൻ്റെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ലീഗൽ ആസ്പെക്ട്സ്, എന്തെങ്കിലും കേസോ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ, ഓണർഷിപ്പിൻ്റെ ജെന്യൂനിറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്തിട്ട് വേണം നമ്മൾ ലാൻഡ് ഏരിയ വാങ്ങുവാൻ വേണ്ടിയിട്ട്. ദെൻ ദ ലാസ്റ്റ് വൺ, ദ ടൈപ്പ് ഓഫ് ലാൻഡ് യൂസ്ഡ് റെക്കമെൻഡഡ് അറ്റ് പ്രപ്പോസ്ഡ് സൈറ്റ് ഷുഡ് ബി കംപ്ലൈഡ് ആസ് പെർ ടൗൺ പ്ലാനിംഗ് ഡെവലപ്മെൻറ്റ് സ്കീം. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഇതുവരെ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഏരിയ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ആ ഒരു ഏരിയയ്ക്ക് ആസ് പെർ ടൗൺ പ്ലാനിംഗ് ഡെവലപ്മെൻറ്റ് സ്കീം അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റൂൾസ് പ്രകാരം, നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ നാഷണൽ ബിൽഡിംഗ് കോഡ്, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് അല്ലെങ്കിൽ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ്, അത്തരത്തിൽ ഡിഫറെൻറ്റ് റൂൾ ബുക്സ് അല്ലെങ്കിൽ കോഡ്സ് ഉണ്ട്. സോ അതിലെല്ലാം പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഈ ഒരു ലാൻഡ് ഏരിയ നമുക്കൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു വീടുണ്ടാക്കാൻ നിയമപരമായിട്ട് അനുവദിക്കുന്ന സ്ഥലമാണോ അല്ലയോ എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തണം. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ കൃഷിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ലാൻഡ് ഏരിയ കണ്ടിട്ടുണ്ടായിരിക്കും. ദെൻ നമ്മളവിടെ കുറേ മണ്ണൊക്കെ ഇട്ട് നികത്തിയിട്ട് അവിടെ വീടുണ്ടാക്കുന്നു, പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആക്ച്വലി ഈ ഒരു ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റിൽ അത് കൃഷി എന്ന് പറയുന്ന ഒരു പർപ്പസിന് മാത്രമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു വീട് നിയമപരമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റു പല പ്രൊസീജിയേഴ്സും ഉണ്ട്. അതിൻ്റെ അപ്രൂവലെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ഒരു ഏരിയയിൽ നമുക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അത്തരത്തിൽ ആ ലാൻഡ് ഏരിയയുടെ ലീഗൽ ആസ്പെക്ട്സ് കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെഷനിൽ വരുന്നത്. ദെൻ കോമ്പണൻറ്റ്സ് ഓഫ് ബിൽഡിംഗ്. നമ്മുടെ ഒരു ബിൽഡിങ്ങിന് ജനറലി 3 പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് സബ് സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ, പ്ലിന്ത് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. സോ 3 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ കോമ്പണൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ പറയുന്ന 3 സെഷൻസ് ആണുള്ളത്. ഇതിൽ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. വളരെ കെയർഫുള്ളി നോട്ട് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് ഇത്. ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സെഷൻ തന്നെയാണ് ഇത്. ദെൻ നമ്മൾ ഈ ഒരു ഓരോ സെഷൻസും പറഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഫിഗർ അനലൈസ് ചെയ്യുന്നത്. സോ ഓരോ സെഷനും പറയുമ്പോൾ ചില ഏരിയാസ് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയി തോന്നാം. പക്ഷേ ഇതിലുള്ള ആൾമോസ്റ്റ് സെഷൻസും നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവാൻ അല്ലെങ്കിൽ മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കാണുന്ന സംഭവങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സബ് സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു
ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബോട്ടം, അതായത് ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ ആക്ച്വലി സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പ്ലിന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ബേസ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ തറ എന്നൊക്കെ പറയുന്ന ആ ഒരു സെഷൻ, അതിനാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് താഴത്ത്, സോയിലിന് താഴത്ത് കിടക്കുന്നതും, പ്ലിന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന് എബോ ഉള്ള പാർട്ടുമാണ്. ദെൻ തേർഡ് വൺ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻസ് എബോ പ്ലിന്ത്. പ്ലിന്ത് എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ മുകളിലേക്ക് കിടക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ 3 സെക്ഷൻസ് ആണുള്ളത്. സബ്സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ളത്, അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ആ ഒരു ബേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലിന്ത് എന്ന് പറയുന്ന സെക്ഷൻ, അതിന് മുകളിലേക്ക് വരുന്ന പാർട്സിനെയാണ് സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ എന്താണെന്ന് നോക്കാം. പോർഷൻ ഓഫ് എ ബിൽഡിംഗ് ബിലോ ഗ്രൗണ്ട് ലെവൽ വിച്ച് ട്രാൻസ്മിറ്റ്സ് ദ ലോഡ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ടു ദ സോയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ലെവലിന് താഴെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ സബ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സബ് സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡ്സിനെ സേഫായിട്ട് സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ഒരു വീട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതിനൊരു മണ്ണെല്ലാം എടുത്ത് സോയിൽ എക്സ്കവേറ്റ് ചെയ്ത് നമ്മളവിടെ റാൻഡം റബ്ബിൾ, കരിങ്കല്ലെല്ലാം ഉപയോഗിച്ച് ഒരു തറ കെട്ടുന്നു. സോ ഈ ഒരു തറ കെട്ടുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സെഷനെയാണ് നമ്മൾ സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്തേക്ക് കെട്ടുന്ന ആ ഒരു സെഷനെയാണ് സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻറ്റയർ ലോഡ് അല്ലെങ്കിൽ വെയ്റ്റിനെ സേഫായിട്ട് നമ്മുടെ ലാൻഡിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, then is the most critical part of a building which safeguards the building against the force of wind, uplift or soil pressure etc. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് പാർട്ട് തന്നെയാണിത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡ് അല്ലെങ്കിൽ സോയിൽ പ്രഷർ, അത്തരത്തിലുള്ള ഡിഫറൻറ്റ് ഏജൻസിൻ്റെ ഇമ്പാക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ ബിൽഡിങ്ങിന് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നൊരു പാർട്ടാണ്. സോ നോർമലി നമ്മുടെ ഒരു വീട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു വീടിന് റൂഫ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും, അതിന് താഴെ നമ്മൾ വാൾ ഉണ്ടായിരിക്കും, ഡോഴ്സ്, വിൻഡോസ്, സൺഷെയ്ഡ്, അത്തരത്തിൽ പല കാര്യങ്ങളും നമ്മളൊരു ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കും. അതൊക്കെ ഇനി വരുന്നുണ്ട്. സോ അത്തരം ഏരിയാസിൻ്റെ അല്ലെങ്കിൽ കോമ്പണൻസിൻ്റെയും, അതുപോലെ തന്നെ നമ്മുടെ ഒരു വീടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ഫർണിച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലിവിങ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വെയിറ്റ്, അതായത് ഒരുപാട് ലോഡുകൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള എല്ലാ ലോഡുകളെയും സേഫായിട്ട് നമ്മുടെ താഴത്തേക്ക്, അതായത് സോയിൽ ലെവലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എനി ഫോൾട്ട് ഇൻ ഫൗണ്ടേഷൻ ലീഡ്സ് ടു കൊളാപ്സ് ഓഫ് ബിൽഡിംഗ്. ഫൗണ്ടേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് പലതരത്തിൽ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കൊളാപ്സിന് കാരണമാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചില കോർണറിൽ ചില ക്രാക്കൊക്കെ ഫോം ചെയ്യുന്നത് കാണാം. നമ്മുടെ ലിൻഡൽ അല്ലെങ്കിൽ സ്ലാബിൻ്റെ ബോട്ടത്തിലൊക്കെ നമുക്ക് ചില ക്രാക്കൊക്കെ ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അത് ഈ പറയുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ഫൗണ്ടേഷൻ്റെ പൊസിഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്തിൽ വരുന്ന വേരിയേഷൻ കാരണമാണ് വരുന്നത്. സോ അതെല്ലാം നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ കൊളാപ്സിനുള്ളൊരു റീസണായിട്ട് മാറിയേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് സ്ട്രക്ചർ അഥവാ ഫൗണ്ടേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് ടോട്ടൽ ലോഡ്സ് കമ്മിങ് ഓൺ ദ ബിൽഡിംഗ് യൂണിഫോംലി ടു എ ലാർജ് ബിയറിംഗ് ഏരിയ. നമ്മുടെ ബിൽഡിങ്ങിൽ വരുന്ന ടോട്ടൽ ലോഡിനെ നമ്മുടെ സോയിലിലേക്ക്, ഒരു ലാർജ് ഏരിയയിലേക്ക് യൂണിഫോമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിൻ്റെ ഏറ്റവും താഴത്ത് കിടക്കുന്ന ഒരു പാർട്ടാണ് ഈ സബ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ നിന്നും ആ ലോഡിനെ നമ്മൾ നമ്മുടെ സോയിലിലേക്ക് ഈക്വലി അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബിൽഡിങ്ങിനെ സേഫായി നിലനിർത്തുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് എ ലെവൽ ആൻഡ് ഫേം സർഫസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ. അതായത് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മളൊരു പ്ലെയിൻ അല്ലെങ്കിൽ ലെവൽഡ് ആയിട്ടാണ് ഫിനിഷ് ചെയ്യുക. സോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വരുന്ന പ്ലിന്ത് അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചർ വളരെ ഈസിലി അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫൗണ്ടേഷൻ ഇറഗുലറായിട്ട് സ്ട്രെയിറ്റ് അല്ലാതെ ഒരു റെഗുലർ ഷേപ്പിലൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു സിഗ്സാക്ട് ഷേപ്പിലൊക്കെയാണ് ചെയ്തതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന കൺസ്ട്രക്ഷനും ഈ ഒരു ഇഷ്യൂ ഡെഫിനറ്റ്ലി അഫക്റ്റ് ചെയ്യും. സോ അത്തരത്തിൽ നമ്മളൊരു ഫേം സർഫസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനെ ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ് പ്രിവെൻറ്റ് അൺഈക്വൽ ഓർ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഓഫ് സ്ട്രക്ചർ. അൺഈക്വൽ ഓർ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്, അതായത് ബിൽഡിങ്ങിൻ്റെ ചില ഭാഗത്തിന് മാത്രം പെട്ടെന്നൊരു
ലോഡ് വേരിയേഷൻ, അതായത് താഴാൻ സാധ്യത അല്ലെങ്കിൽ ക്രാക്ക് വരുന്ന അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വീടിൻ്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കോർണറിൽ ക്രാക്ക് വരുന്നു, ഫ്ലോറിംഗ് എല്ലാം പൊട്ടി പോകുന്ന സിറ്റുവേഷൻ. അതിന് കാരണം ഇത്തരത്തിലൊരു അൺഈക്വലായിട്ടുള്ള സെറ്റിൽമെൻറ്റ് നടക്കുന്നതാണ്. ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ അതിന് താഴെയുള്ള സോയിലിൻ്റെ സ്ട്രെങ്ത്തിൽ വരുന്ന വീക്ക്നെസ് കൊണ്ടായിരിക്കാം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോർമലി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫൗണ്ടേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ബിൽഡിംഗ് അഗെയിൻസ്റ്റ് സ്ലൈഡിങ് ആൻഡ് ഓവർ ടേണിങ്. സ്ലൈഡിങ് അല്ലെങ്കിൽ ഓവർ ടേണിങ് അത്തരത്തിലുള്ള പ്രോസസ്സുകളിൽ നിന്നെല്ലാം ഒരു സ്റ്റേബിൾ കണ്ടീഷൻ നമ്മുടെ ബിൽഡിങ്ങിന് എൻഷുർ ചെയ്യാൻ ഫൗണ്ടേഷൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദ സ്റ്റെബിലിറ്റി ഓഫ് ബിൽഡിംഗ് അഗെയിൻസ്റ്റ് അണ്ടർമൈനിങ് ഡ്യൂ ടു ഫ്ലഡ് വാട്ടർ ഓർ ബേളോവിങ് ആനിമൽസ്. നമ്മുടെ ബിൽഡിങ്ങിന് അതുപോലെ തന്നെ ഫ്ലഡ് അല്ലെങ്കിൽ ആനിമൽസ് ബറോ ചെയ്യുക, അതായത് ആനിമൽസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ താഴത്തുള്ള മണ്ണെല്ലാം ആനിമൽസ് എടുത്തെടുത്ത് അവിടെ വലിയ കുഴികളോ അല്ലെങ്കിൽ വലിയ ഹോൾസൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഹോൾസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫൗണ്ടേഷൻ്റെ താഴെയുള്ള മണ്ണ് നീങ്ങിപ്പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള മണ്ണ് നീങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ വെള്ളം ഫുൾ ഫ്ലോഡിലായി ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിന് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. സോ അത്തരത്തിലുള്ള സെഷൻസിലെല്ലാം ഒരു പ്രിവെൻറ്റീവ് ആക്ഷൻ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ആക്ച്വലി കൊടുക്കുന്നത്. ബിക്കോസ് നോർമലി നമ്മുടെ ഫൗണ്ടേഷൻസ് നമ്മൾ ചെയ്യാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാൻഡം റബിൾ കരിങ്കല്ല് ഉപയോഗിച്ചാണ്. ഈ കരിങ്കല്ല് ഉപയോഗിച്ച് നമ്മളൊരു വാള് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത, അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല. നമ്മൾ ലാറ്ററൈറ്റ്, നമ്മുടെ വീടിൻ്റെ സാധാരണ മതിലും അല്ലെങ്കിൽ വാളൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ലാറ്ററൈറ്റ് എന്ന് പറയുന്ന വെട്ടുകല്ല് ഉപയോഗിക്കുമ്പോൾ അത് ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. സോ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ട്രാൻസ്ഫർ ചെയ്യില്ല. സോ ഈ ഒരു കരിങ്കല്ല് അല്ലെങ്കിൽ റാൻഡം റബിളാണ് നമ്മൾ ഫൗണ്ടേഷനിൽ ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ഓഫ് വാട്ടർ എൻഷുർ ചെയ്യും. സോ ഈ ഒരു ഫ്ലഡഡ് ഏരിയ അത്തരത്തിൽ ഫ്ലോ ഓഫ് വാട്ടർ വരുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കാരണം വെള്ളം അവിടെ പ്രഷർ ചെലുത്തില്ല, അതിലൂടെ ഫ്ലോ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനെ സേഫായിട്ട് നിലനിർത്താൻ സാധിക്കും. ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ഒരു ഫൗണ്ടേഷനിൽ ഹോൾസ് ഉണ്ടാകുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടാകുക അല്ലേ സംഭവിക്കുക എന്നുള്ളത്. ആക്ച്വലി ആ ഒരു ചിന്ത തെറ്റാണ്. നമ്മളത് ക്ലോസ് പാക്ക്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചതെങ്കിൽ അതിൻ്റെ സർഫസിൽ വെള്ളം വന്ന് അടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ ഡിഫറൻറ്റ് വേരിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻറ്റ് റേഞ്ച് ഓഫ് പ്രഷർ ആക്ട് ചെയ്യും. സോ അത്തരത്തിലുള്ളൊരു സ്ട്രെസ്സ് കാരണം നമ്മുടെ ബിൽഡിങ്ങിന് ഡാമേജ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഫൗണ്ടേഷൻസ് എപ്പോഴും നമ്മൾ റാൻഡം റബിൾ കരിങ്കല്ല് ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്കൻഡ് കോമ്പണൻറ്റ് ഓഫ് ബിൽഡിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലിന്ത് എന്ന് പറയുന്നതാണ്. പ്ലിന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞു, സബ്സ്ട്രക്ചറിന് മുകളിലും സൂപ്പർ സ്ട്രക്ചറിന് താഴെയും ആയിട്ട് കാണുന്ന ഒരു പാർട്ടാണ്. ദ മിഡിൽ പാർട്ട് ഓഫ് എ ബിൽഡിംഗ് എബോവ് ദ സർഫസ് ഓഫ് സറൗണ്ടിങ് ഗ്രൗണ്ട് അപ്പ് ടു ദ സർഫസ് ഓഫ് ദ ഫ്ലോർ, ദറ്റ് ഈസ് ഫ്ലോർ ലെവൽ. സംടൈം ഇറ്റ് ഈസ് കാൾഡ് ആസ് ബേസ്മെൻറ്റ്. സബ്സ്ട്രക്ചറിനും സൂപ്പർ സ്ട്രക്ചറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പാർട്ടിനാണ് പ്ലിന്ത് എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ബേസ്മെൻറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, മിനിമം ഹൈറ്റ് ഓഫ് എ പ്ലിന്ത് ഈസ് യൂഷ്വലി കെപ്റ്റ് ആസ് 45 സെൻറ്റിമീറ്റർ. ജനറലി ഒരു ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 45 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഓഫ് പ്ലിന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു സബ്സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്ട്രക്ചറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ്സിനെ സേഫായിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് മുകളിലുള്ള പ്ലിന്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡിനെ ഈക്വലി ആയിട്ട് നമ്മുടെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ റിട്ടൈനിങ് വാൾ ഫോർ ഫില്ലിംഗ് ഇൻസൈഡ് ദ പ്ലിന്ത് ഓർ റൈസ്ഡ് ഫ്ലോർ. നമുക്കറിയാം, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ തറ കെട്ടി അതിനുള്ളിൽ മണ്ണ് ഫില്ല് ചെയ്യാറുണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും, സോയിൽ ഫില്ലിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ അത്തരത്തിൽ സോയിൽ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ആയിട്ട് ഒരു റിട്ടൈനിങ് സ്ട്രക്ചർ, അതായത് അതിൽ വരുന്ന നമ്മൾ ഫില്ല് ചെയ്യുന്ന മണ്ണ് പുറത്ത് പോകാതെ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സെക്ഷനായിട്ട് ഈ ഒരു പ്ലിന്ത് അല്ലെങ്കിൽ ബേസ്മെൻറ്റ് ആക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബിൽഡിംഗ് ഫ്രം ഡാംപ്നെസ് ആൻഡ് മോയ്സ്ചർ പെനിട്രേഷൻ. ഡാംപ്നെസ് അല്ലെങ്കിൽ മോയ്സ്ചർ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസിൽ നിന്നും ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ആ ഒരു റൈസിങ് പ്രോപ്പർട്ടി, ആ ഒരു 45 മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മഴ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു മോയ്സ്ചർ ഡാംപ്നെസ് കണ്ടീഷനിൽ നിന്നും നമ്മുടെ ബിൽഡിങ്ങിനെ പ്രിവെൻഷന്
ഹെൽപ്ഫുൾ ആവും. ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ്സ് ദ ആർക്കിടെക്ചറൽ അപ്പിയറൻസ് ഓഫ് ബിൽഡിംഗ്. ആ ഒരു ബേസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ, ദാറ്റ് ഈസ് ആ 45 സെൻറ്റിമീറ്റർ മിനിമം എന്ന് പറഞ്ഞ ആ ഒരു സെഷൻ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി എൻഷുർ ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് പാർട്ട് സൂപ്പർ സ്ട്രക്ചർ. സോ നമ്മൾ സബ്സ്ട്രക്ചറും പ്ലിന്തും കവർ ചെയ്തു, വളരെ സിമ്പിളായിട്ടുള്ള സെഷൻസാണ്. ദെൻ ദ ലാസ്റ്റ് വൺ സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലിന്തിന് മുകളിലേക്കുള്ള ബിൽഡിങ്ങിൻ്റെ എല്ലാ സെഷൻസും, അതായത് നമ്മൾ നോർമൽ വ്യൂവിൽ കാണുന്ന എല്ലാ പാർട്സിനെയും നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്, എക്സെപ്റ്റ് ദ പ്ലിന്ത് ഓർ ബേസ്മെൻറ്റ്. സോയിലിൻ്റെ മുകളിൽ നേരെ വരുന്ന ആ ഒരു പാർട്ടിനാണ് നമ്മൾ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലിന്ത് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലേക്ക് വരുന്ന കംപ്ലീറ്റ് പാർട്സിനെയും ടോട്ടലി നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, കോമ്പണൻ്റ് ഓഫ് എ ബിൽഡിംഗ് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് എബോ പ്ലിന്ത് ലെവൽ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലിന്ത് ലെവലിന് മുകളിൽ കൊടുക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സിനെയും നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് വാൾസ് ആൻഡ് പെയേഴ്സ്, ഫ്ലോർസ്, ഡോർസ്, വിൻഡോസ്, ലിൻറ്റൽസ്, സൺഷെയ്ഡ്സ്, റൂഫ്, സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ് ആൻഡ് ഫിനിഷസ് ഓഫ് വാൾസ്. ഡിഫറെൻറ്റ് സൂപ്പർ സ്ട്രക്ചറൽ കോമ്പണൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ് ഏതൊക്കെയാണെന്ന് അവിടെ കാണിച്ചിട്ടുള്ളത്. വാൾസ് ഉണ്ട്, ഫ്ലോർ, ഡോർ, വിൻഡോ, ലിൻറ്റൽ, സൺഷെയ്ഡ്, റൂഫ്, സ്റ്റെപ്സ്, സ്റ്റെയർസ് ആൻഡ് ഫിനിഷസ്. ഫിനിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിങ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫിനിഷസ് എന്ന് പറയുന്നത്. സോ ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് എന്നുള്ളത്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ കൂടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾസ് ആൻഡ് പെയേഴ്സ്. വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു പ്രൈവസി എൻഷുർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വാൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഇറ്റ് സപ്പോർട്ട്സ് ദ ലോഡ്സ് ഫ്രം റൂഫ് അപ്പർ ഫ്ലോർസ് ടു ദ ഫൗണ്ടേഷൻ. നമ്മുടെ സ്ലാബിലുള്ള അല്ലെങ്കിൽ റൂഫിൽ വരുന്ന ലോഡിനെ സേഫായിട്ട് താഴത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നതും ഈ പറയുന്ന വാൾസിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ, ദെൻ പെയേഴ്സ് ഓർ പില്ലേഴ്സ് ആർ തിക്കൻഡ് സെക്ഷൻസ് ഓഫ് ദ വാൾസ് പ്ലേസ്ഡ് അറ്റ് ഇൻ്റർവെൽസ് ടു ക്യാരി ദ കോൺസെൻട്രേറ്റഡ് ലോഡ്. വാൾസിനെ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സെഷനാണ് പില്ലേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കോൺക്രീറ്റ് ബ്ലോക്സിലൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറയുന്ന കോൺക്രീറ്റ് മിക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പില്ലേഴ്സ് ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേർപ്പസും ഏകദേശം വാളിൻ്റെ സെയിം പേർപ്പസ് തന്നെയാണ്. അതായത് മുകളിൽ നിന്നും വരുന്ന ലോഡിനെ സേഫായിട്ട് താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പേർപ്പസിന് തന്നെയാണ് പെയേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലാറ്ററൈറ്റ് അഥവാ വെട്ടുകല്ല് ഉപയോഗിക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ലോഡിനെ ആ ഒരു വാളിൽ ത്രൂ ഔട്ട് വന്ന് അവിടെ നിന്നും താഴത്തേക്ക് പോയി ഫൗണ്ടേഷനിലേക്ക് എത്തുന്ന രീതിക്കാണ് നമ്മൾ ലോഡ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ ബിൽഡിങ്സൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിൻ്റെ പില്ലേഴ്സിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരുപാട് പില്ലേഴ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ റൂഫ് ഉണ്ടായിരിക്കും, അതിനുശേഷം നെക്സ്റ്റ് ഫ്ലോർ, അവിടെയും ഇതുപോലെ തന്നെ കുറേ പില്ലേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ റൂഫിങ്, അങ്ങനെയാണ് പോകുന്നത്. അതിനൊക്കെ ശേഷം നമ്മൾ ആ ബിൽഡിങ് പല ആളുകളും പല ആവശ്യത്തിന് വേണ്ടി റെൻറ്റിന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലത്തെ വാളുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അവിടെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. അതായത് പില്ലേഴ്സിലൂടെയാണ് ആ ബിൽഡിങ്ങിലുള്ള മുകളിലെ ഫ്ലോഴ്സിലുള്ള ലോഡും കാര്യങ്ങളും താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അത്തരം സ്ട്രക്ചേഴ്സിന് നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ വീട് പോലുള്ള നോർമൽ കൺസ്ട്രക്ഷൻസ്, അതായത് നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തറ കെട്ടും, അതിൻ്റെ മുകളിലേക്ക് വാൾ കെട്ടും, അതിൻ്റെ മുകളിൽ സ്ലാബ്, അത്തരത്തിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ അവിടെ ആ ഒരു വാളിലൂടെ ത്രൂ ഔട്ട് നമ്മൾ ലോഡ് താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിൽഡിങ്ങിൻ്റെ കേസിൽ ആ പില്ലേഴ്സിലൂടെയാണ് നമ്മൾ ലോഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കെട്ടുന്ന വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രൈവസി അല്ലെങ്കിൽ ക്ലോസിങ് എന്ന് പറയുന്ന ഒരു പർപ്പസ് മാത്രമാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ അഡീഷണൽ ഡാറ്റ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, വാൾസ് ആർ ബിൽറ്റ് വിത്ത് ബ്രിക്സ്, സ്റ്റോൺസ് ഓർ വിത്ത് കോൺക്രീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോണോ ബ്രിക്കോ കോൺക്രീറ്റോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വാൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വാൾസ് ആൻഡ് പെയേഴ്സിൽ വരുന്ന ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് ഓഫ് വാൾസ് ആർ ദ ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ക്യാരി ലോഡ് സേഫ്ലി, ഇറ്റ് സെൽഫ് വെയ്റ്റ് ആസ് വെൽ ആസ് ഇമ്പോസ്ഡ് ലോഡ്സ് ഫ്രം റൂഫ്സ്, അപ്പർ ഫ്ലോർസ് എക്സെട്ര. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാളിൻ്റെ ലോഡ്, അതുപോലെ തന്നെ അതിന് മുകളിൽ വരുന്ന ഫ്ലോറിൻ്റെ അല്ലെങ്കിൽ സ്ലാബിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ അവിടെ വരുന്ന മറ്റ് ലോഡുകൾ, ഫർണിച്ചേഴ്സ്, അവിടെയുള്ള ആളുകളുടെ വെയിറ്റ്, അത്തരത്തിലുള്ള എല്ലാ ലോഡുകളെയും സേഫ്ലി അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി നമ്മുടെ വാളിന് വേണം എന്നുള്ളതാണ് ഒരു ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുള്ളത്.
Then the external walls should provide sufficient resistance against weathering agents like sun, wind, rain or snow. എക്സ്റ്റേണൽ വാൾസ് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഔട്ട്സൈഡ് കെട്ടുന്ന വാളിന് സൺലൈറ്റ് അല്ലെങ്കിൽ വിൻഡ്, റെയിൻ, സ്നോ ഇവയിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നുള്ള റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടി ഇൻറ്റീരിയറിൽ നമ്മൾ ചിലപ്പോൾ വാളിന് പകരം പല ബോർഡുകളൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് പ്ലൈവുഡ് പോലുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. തിക്നെസ് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ റൂമിൻ്റെ സൈസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും, അതുപോലെ തന്നെ ചിലവ് കുറവായിരിക്കും. അത്തരത്തിൽ പല മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സോ എക്സ്റ്റീരിയർ സൈഡിൽ അത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ വെയിലും കണ്ടിന്യൂസ് ആയിട്ട് തട്ടുമ്പോൾ അത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിന് ഡാമേജിന് ചാൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ദെയർഫോർ ആ ഒരു വാൾ തന്നെ മേ ബി കൊളാപ്സ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് ഔട്ട്സൈഡ് വാൾ എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കണം. ഇത്തരത്തിലുള്ള വെതറിങ് ഏജൻസിൻ്റെ ആക്ഷനിൽ നിന്നും റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം എക്സ്റ്റേണൽ വാൾസിന് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ബൈ ലാറ്ററൽ ഫോഴ്സ്. ലാറ്ററൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഓവർ ടേണിംഗ് ഇഫക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഹാവ് ആഡിക്വേറ്റ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫയർ. ഫയറിന് അഗെയിൻസ്റ്റുള്ളൊരു ആഡിക്വേറ്റ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് തീ പിടിക്കാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡയറക്റ്റ്ലി ഉണ്ടാകാൻ പാടില്ല. ദെൻ വാൾ ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ. സൗണ്ടും അതുപോലെ തന്നെ ഹീറ്റ് ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ആയിരിക്കണം വാൾ എന്ന് പറയുന്നത്. സൗണ്ട് ഇൻസുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര എക്കോ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും. ഹീറ്റ് ഇൻസുലേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോസും വിൻഡോസും എല്ലാം അടച്ചിട്ട് വളരെയധികം ചൂട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളും വാൾസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, വാൾ ഷുഡ് പ്രൊവൈഡ് സഫിഷ്യൻറ്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ബർഗ്ലറി. അതായത് മോഷണം അത്തരത്തിലുള്ളൊരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനുള്ള പ്രൈവസിയും സെക്യൂരിറ്റിയും എൻഷുർ ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം വാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ഓഫ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലോർസ് ആണ്. നമുക്കറിയാം ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഫ്ലോർസ് ആർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് എ ബിൽഡിംഗ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഫോർ ക്രിയേറ്റിംഗ് മോർ അക്കോമഡേഷൻ വൺ എബോ അതർ. ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മളൊരു ബിൽഡിങ്ങിനെ ഡിഫറെൻറ്റ് നിലകളായിട്ട് മാറ്റി ഡിഫറെൻറ്റ് ലെവലിൽ ഡിഫറെൻറ്റ് അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു കോമ്പണൻറ്റ് ഓഫ് ബിൽഡിങ്ങിനാണ് ആക്ച്വലി ഫ്ലോർസ് എന്ന് പറയുന്നത്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫ്ലോർ ഈസ് ടു ഗിവ് സപ്പോർട്ട് ടു ഒക്യുപ്പൻറ്റ് ഫർണിച്ചർ ആൻഡ് എക്യുപ്മെൻറ്റ് ഓഫ് ബിൽഡിംഗ്. ഒരു ഫ്ലോറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഫർണിച്ചേഴ്സിന് മറ്റ് ബിൽഡിങ്സിലുള്ള എക്യുപ്മെൻറ്റ്സിന് ഇതിനെല്ലാം ഒരു സേഫ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫ്ലോറിൻ്റെ ഉദ്ദേശം, അല്ലേ? നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ താഴത്തെ നിലയിൽ ഇരിക്കുകയാണെങ്കിൽ ആ നിലയിലുള്ള ടേബിൾസ് അല്ലെങ്കിൽ ചെയർ, അവിടെ ഇരിക്കുന്ന ആളുകൾ, ബെഡ്, അത്തരത്തിലുള്ള ഓരോ സംഭവം, ഡൈനിങ് ടേബിൾ, ഇതിലെല്ലാം വെയിറ്റിനെ സേഫായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ ഒന്നാം നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും സെയിം സംഭവം തന്നെയാണ്. ഫർണിച്ചേഴ്സ് ഉണ്ട്, ആളുകളുണ്ട്, മറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. സോ അത്തരത്തിൽ ലോഡിനെ സേഫ്ലി ബിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫംഗ്ഷൻ ഓഫ് ഫ്ലോർസ് എന്ന് പറയുന്നത്. ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ക്യാരി ലോഡ് സേഫ്ലി ഇറ്റ് സെൽഫ് വെയിറ്റ് ആസ് വെൽ ആസ് ഇമ്പോസിറ്റ് ലോഡ്. വാളിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വെയിറ്റും അതിൽ വരുന്ന മറ്റ് ലോഡുകളും സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി ഫ്ലോറിനുണ്ടായിരിക്കണം. ദെൻ ഫ്ലോർ ഷുഡ് പ്രൊവൈഡ് എ ക്ലീൻ, സ്മൂത്ത്, ഇംപെർവിയസ്, ഡ്യൂറബിൾ ആൻഡ് വെതർ റെസിസ്റ്റൻറ്റ് സർഫസ്. സ്മൂത്ത്, അതുപോലെ തന്നെ ഇംപെർവിയസ് ആയിട്ടുള്ള, വെള്ളം ഒന്നും കിഴിഞ്ഞിറങ്ങാത്ത, അല്ലെങ്കിൽ ഡ്യൂറബിൾ, ഒരുപാട് കാലം ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരുപാട് ലൈഫുള്ള, വെതർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കണം നമുക്ക് ഈ ഒരു ഫ്ലോർ കൊണ്ട് കിട്ടേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ആഡിക്വേറ്റ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫയർ. വാളിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഫയർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, വാൾ ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ. വാളിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ആൻഡ് സൗണ്ട് ഐസൊലേഷൻ അല്ലെങ്കിൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ്. നമുക്കറിയാം സ്റ്റെയർ കേസ് ആൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. ഒരു ഫ്ലോറിൽ നിന്ന് മറ്റൊരു ഫ്ലോറിലേക്കുള്ള മൂവ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സിനാണ് സ്റ്റെപ്സ് ആൻഡ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ് നമ്മളൊരു സ്റ്റെയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ ദ ലൊക്കേഷൻ ഓഫ് സ്റ്റെയർസ് ഈസ് ഡിസൈഡഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഈസിലി ആൻഡ് ക്വിക്ക്ലി ഫ്രം ആൾ പാർട്സ് ഓഫ് എ ബിൽഡിംഗ്. ഒരു വീട്ടിലൊരു സ്റ്റെയറിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ ഏരിയാസിൽ നിന്നും ഈസിലി ആക്സസിബിൾ ആവുന്ന ഏരിയ ഏതാണോ അവിടത്തേക്കാണ് നമ്മൾ സ്റ്റെയറിൻ്റെ ലൊക്കേഷൻ കൊടുക്കുക. ജനറലി ഡൈനിങ് ഹാളിലായിരിക്കും. ബിക്കോസ് ഡൈനിങ് ഹാളിൽ നിന്നായിരിക്കും നമ്മുടെ ഡിഫറെൻറ്റ് ബെഡ്റൂമുകളിലേക്കും അല്ലെങ്കിൽ കിച്ചണിലേക്കും ലിവിങ് ഏരിയയിലേക്കും ഒക്കെയുള്ള എൻട്രി പോർഷൻസ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ ഡൈനിങ് ഹാളിലായിരിക്കും നോർമലി സ്റ്റെയറിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ആൾ റിക്വയർമെൻറ്റ്സ് ഓഫ് വാൾസ് ആർ ടു ബി സാറ്റിസ്ഫൈഡ് ബൈ സ്റ്റെയർസ് ടു. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് വാൾസ്
അതെല്ലാം ഈ പറയുന്ന സ്റ്റെയറും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ എൻഷുർ ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, ഡോർസ് ആൻഡ് വിൻഡോസ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഡോർസ് എന്തിനാണ്, വിൻഡോസ് എന്തിനാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രൊവൈഡ് ഗിവ് ആക്സസ് ടു ഔട്ട്സൈഡ് ഓഫ് ദി ബിൽഡിംഗ് ആസ് വെൽ ആസ് ടു കണക്ട് ഇന്നർ റൂംസ് ഓഫ് എ ബിൽഡിംഗ്. ഡോർസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പുറംഭാഗമായിട്ടുള്ളൊരു ആക്സസ്, അതുപോലെ തന്നെ ഇന്നർ റൂംസുമായിട്ടുള്ളൊരു കണക്ഷൻ. അതിനാണ് ഏറ്റവും നമ്മൾ ഡോർസ് എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ കോമ്പണൻറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ വെൻറ്റിലേഷൻ ആൻഡ് നാച്ചുറൽ ലൈറ്റ്. നാച്ചുറൽ ലൈറ്റും വെൻറ്റിലേഷനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കോമ്പണൻ്റാണ് വിൻഡോസ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു റൂമിന് ക്രോസ് വെൻറ്റിലേഷൻസ് വേണമെന്നാണ് പറയുന്നത്. അതായത് നിയർ ബൈ ആയിട്ടുള്ള 2 വാൾസിൽ എപ്പോഴും നമുക്ക് ഒരു വിൻഡോ പൊസിഷനിങ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിട്ടാണ് പറയുന്നത്. ബിക്കോസ് ആ ഒരു വിൻഡോ ഡയറക്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. ഓക്കെ, ദെൻ ഡോർസ് ആൻഡ് വിൻഡോസ് ഷുഡ് ബി വെതർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ആഡിക്വേറ്റ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഫയർ, നേരത്തെ പറഞ്ഞ സെയിം ഇഷ്യൂ തന്നെ, ഫയർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ദെൻ സഫിഷ്യൻറ്റ് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേഷൻ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ആൻഡ് ലാസ്റ്റ് വൺ, പ്രൊവൈഡ് സഫിഷ്യൻറ്റ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് ബഗ്ലറി. മോഷണശ്രമത്തിൽ നിന്നും ഒരു സേഫ് പ്രൈവസി അല്ലെങ്കിൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം ഡോർസ് ആൻഡ് വിൻഡോസിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ബീംസ് ആൻഡ് ലിൻഡൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സിനെയാണ് ബീംസ് ആൻഡ് ലിൻഡൽസ് എന്ന് പറയുന്നത്. വേർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ പില്ലേഴ്സ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഡയറക്ഷനിലാണെങ്കിൽ അതിന് പില്ലേഴ്സ് എന്നും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണെങ്കിൽ അതിന് നമ്മൾ ലിൻഡൽ അല്ലെങ്കിൽ ബീംസ് എന്നും പറയും. രണ്ടിൻ്റെയും ഒരു ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാബിനെ അല്ലെങ്കിൽ റൂഫിനെ എല്ലാം സേഫായിട്ട് ക്യാരി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ലിൻഡൽ എന്ന് പറയുന്ന ഒരു പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഡോർസിൻ്റെയും വിൻഡോസിൻ്റെയും മുകളിലൂടെ ഒരു കോൺക്രീറ്റ് സെക്ഷൻ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു പാർട്ടിനാണ് നമ്മൾ ലിൻഡൽ എന്ന് പറയുന്നത്. ആക്ച്വലി ലിൻഡലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ വരുന്ന ലോഡ് സേഫായിട്ട് താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് എക്സാമ്പിളായിട്ടൊരു ഡോർ വെക്കുകയാണെങ്കിൽ ആ ഡോറിൻ്റെ മുകളിലേക്ക് വരുന്ന വാളിൻ്റെ ലോഡ് ആ ഡോറിൻ്റെ അല്ലെങ്കിൽ ആ ഡോറിലേക്ക് എത്താതെ മറ്റു ഭാഗത്തു കൂടെ സേഫായിട്ട് താഴത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ലിൻഡൽ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വിൻഡോസിൻ്റെ കേസ് ആണെങ്കിലും വിൻഡോയുടെ ആ ഒരു ഫ്രെയിമിൽ ഈ ലോഡ്സ് വന്ന് ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാതെ അതിനെ നമ്മൾ സേഫ്ലി താഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോൺക്രീറ്റ് സെക്ഷനാണ് ആക്ച്വലി ലിൻഡൽ. നമ്മുടെ നാട്ടിലത്തെ ഒരു കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ത്രൂ ഔട്ട് ആ ഒരു സെഷനിൽ ഡോർ ഹൈറ്റ് ഏകദേശം 210 സെൻറ്റിമീറ്റർ 210 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ട് നമ്മൾ മൊത്തം ലെവലിൽ ഒരു ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി നമുക്കതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രമാണ് അത്തരത്തിലൊരു ലിൻഡൽ കൊടുക്കേണ്ട ആവശ്യം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഷെയ്ഡാണ്. നമുക്കറിയാം ആ പേരിൽ തന്നെ ഉണ്ട് സൺഷെയ്ഡ്, ഷെയ്ഡ് ഫ്രം സൺ. നോർമലി നമ്മുടെ വിൻഡോസിൻ്റെയും അതുപോലെ തന്നെ ഡോസിൻ്റെയും മുൻപിൽ നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പോർഷനെയാണ് സൺഷെയ്ഡ് എന്ന് പറയുന്നത്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് അതുപോലെ തന്നെ റെയിൻ വാട്ടർ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ റൂംസിലേക്ക് അത് ഡയറക്റ്റ് എത്താതിരിക്കാനുള്ളൊരു പ്രിവെൻഷനാണ് ആക്ച്വലി സൺഷെയ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഒരു ഡിസൈനിങ് ആസ്പെക്ട്സ് വെച്ചിട്ട് അതായത് ഒരു ആർക്കിടെക്ചറൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് നമ്മൾ മേ ബി ത്രൂ ഔട്ട് ഫുൾ ലെങ്ത്തിലെല്ലാം സൺഷെയ്ഡ്സും കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹൈറ്റ്സിലൊക്കെ കൊടുക്കാറുണ്ട്. അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റും അതുപോലെ തന്നെ റെയിൻ വാട്ടറിനെയും ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബിൽഡിങ്ങിനെ കവർ ചെയ്യുന്ന ആ ഒരു പാർട്ടിനാണ് റൂഫ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബിൽഡിങ്ങിനെ റെയിൻ അല്ലെങ്കിൽ വിൻഡ്, സ്നോ, സൺലൈറ്റ് ഇതെന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ റൂഫ് മേ ബി ഫ്ലാറ്റ്, സ്ലോപ്പിംഗ്, കേർവ്ഡ്. അതായത് റൂഫിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കാം. ഫ്ലാറ്റ് ആയിരിക്കാം, ചിലപ്പോൾ സ്ലോപ്പ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ കേർവ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ മിക്സഡ് റൂഫ്സ് ആയിരിക്കാം. ഫ്ലാറ്റും സ്ലോപ്പും എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള തരത്തിൽ ഡിഫറെൻറ്റ് ഷേപ്സിൽ നമുക്ക് റൂഫ്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്, സ്റ്റേബിൾ ആൻഡ് വെതർ റെസിസ്റ്റൻറ്റ്. ആൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, വെതർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫയർ സേഫ്റ്റി റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ദെൻ സൗണ്ട് ആൻഡ് ഹീറ്റ് ഇൻസുലേഷൻ എൻഷുർ ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് കോമ്പണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരപ്പറ്റാണ്. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഒക്കെ ടോപ്പിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ളൊരു വീടാണെങ്കിൽ നമ്മൾ പാരപ്പറ്റ് ഡെഫിനറ്റ്ലി കെട്ടാറുണ്ട്. അതിനൊരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി കൊടുക്കുക, അതുപോലെ തന്നെ ഒരു സേഫ് ഗാർഡ്, പുറത്തേക്ക് ആരെങ്കിലും വീഴാതിരിക്കാനൊക്കെ ഉള്ളൊരു സേഫ് ഗാർഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പാരപ്പറ്റ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ ഷോർട്ട് മെസണറി വാൾ ബിൽറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് റൂഫ് കാൾഡ് പാരപ്പറ്റ്. ഇറ്റ് സെർവ്സ് ആസ് എൻക്ലോഷർ എബോവ് ദ റൂഫ് ആൻഡ് എലമെൻറ്റ് ഫോർ ഗുഡ് അപ്പിയറൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോസിങ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ഒരു സേഫ്റ്റി
പുറത്തേക്ക് ആരെങ്കിലും വീഴാതിരിക്കാനുള്ളൊരു സേഫ്റ്റി മെഷർ, അതുപോലെ തന്നെ ഒരു അപ്പിയറൻസിലുള്ളൊരു ഭംഗി. അത്തരം 3 ഫങ്ഷൻസാണ് പാരപ്പറ്റ് എന്ന് പറയുന്ന കോമ്പണൻറ്റിനുള്ളത്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ വെതറിങ് കോഴ്സ് എന്ന് പറയുന്നതാണ്. വെതറിങ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് ടോപ്പിലൊക്കെ, നമ്മുടെ ഒരു ഫ്ലാറ്റ് റൂഫ്ഡ് വീടാണെങ്കിൽ മേ ബി ഒരു 1-2 വർഷം കഴിഞ്ഞ് നമുക്ക് ലീക്കിൻ്റെ ഒക്കെ ഇഷ്യൂസ് കാണാറുണ്ട് അല്ലേ. ചെറിയ രീതിയിൽ വെള്ളമൊക്കെ റൂഫിൽ നനവൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത്തരം ഇഷ്യൂസ്, അതായത് വെതറിങ് ഏജൻസ്, കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള ഡിഫറെൻറ്റ് ഏജൻസ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ റൂഫ് ടോപ്പിൽ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഏരിയ അല്ലെങ്കിൽ ലെയറിനാണ് നമ്മൾ വെതറിങ് കോഴ്സ് എന്ന് പറയുന്നത്. സൺലൈറ്റ്, റെയിൻ, വിൻഡ്, ഇതിൽ നിന്നുള്ള ഒരു പ്രിവെൻഷനാണ് ഈ ഒരു ലെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഫിനിഷസ് ഫോർ വാൾസ്. ഫിനിഷസ് ഫോർ വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ പോയിൻറ്റിങ്, പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, ഡിസ്റ്റംബറിങ്, ഇതെല്ലാമാണ് ഫിനിഷിംഗ് വർക്ക്സിൽ വരുന്നത്. പോയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, വാൾ കൺസ്ട്രക്ഷൻ നമ്മൾ മാസൻട്രി വർക്ക് എന്നാണ് പറയുക. സോ നമ്മൾ ലാറ്ററൈറ്റ്, വെട്ടുകല്ല് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോയിൻസ് നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് പ്ലാസ്റ്ററിങ് മെറ്റീരിയലിൽ ഒരു കറക്റ്റ് ജോയിൻസ് ഫില്ല് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എൻറ്റയർ വാളിൽ, നമ്മുടെ ലാറ്ററൈറ്റ് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത എൻറ്റയർ വാളിൽ സിമെൻറ്റ് മിക്സ്ചർ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. ദെൻ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്തരം സിമെൻറ്റ് കോഴ്സിൻ്റെ പുറമെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് കോട്ടിനെയാണ് നമ്മൾ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡിസ്റ്റംബറിങ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബേസിക്കലി പ്രൊട്ടക്ട്സ് ദ വാൾ ഫ്രം ഇഫക്റ്റ് ഓഫ് വെതർ. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെതറിങ് ഏജൻസ്, കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഏജൻസ്, അത് വിൻഡ് ആവാം അല്ലെങ്കിൽ റെയിൻ ആവാം, സൺലൈറ്റ് ആവാം, അത്തരം ഏജൻസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് ഡെഫിനറ്റ്ലി ഈ ഒരു ഫിനിഷിംഗ് കോഴ്സ് എൻഷുർ ചെയ്യുന്നത്. ഇറ്റ് കവേഴ്സ് ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ഓർ പുവർ വർക്ക്മാൻഷിപ്പ് ടു സം എക്സ്റ്റെൻറ്റ്. പലതരത്തിലുള്ള ഡിഫക്റ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പുവർ വർക്ക്മാൻഷിപ്പ്, വർക്ക് ചെയ്തിട്ടുള്ള മുൻപത്തെ വർക്ക് ചെയ്തവരിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ്, ഇതിനെല്ലാം കവർ ചെയ്യാൻ ഒരു പരിധി വരെ ഈ ഒരു ഫിനിഷിംഗ് കോഴ്സിന് സാധിക്കാറുണ്ട്. ചില കേസിൽ നമ്മളൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന് എക്സാക്ട്ലി സ്ട്രെയിറ്റ് ലൈൻ മിസ്സായിട്ടുണ്ടായിരിക്കാം. ചില സ്ഥലത്ത് ചില പ്രൊജക്ഷൻസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്ലാസ്റ്ററിങ് വർക്കിലും പെയിൻറ്റിങ് വർക്കിലെല്ലാം കഴിയുന്നതോട് കൂടിയിട്ട് ഫിനിഷ് ആയിട്ടുണ്ടാവും. സോ ആ ഒരു എക്സ്റ്റെൻറ്റിൽ അതൊരു കവറിങ് ഏജൻ്റായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഇംപ്രൂവ് എസ്തെറ്റിക് അപ്പിയറൻസ് ഓഫ് ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ എസ്തെറ്റിക് വ്യൂ ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു സെഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇത്രയും കോമ്പണൻസ് ആണ് ഒരു ബിൽഡിങ്ങിന് വരുന്നത്. ഒരുപാട് കോമ്പണൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞ സെഷൻസ് എല്ലാം നിങ്ങൾ ആൾറെഡി കണ്ടിട്ടും അറിയുന്നതുമായിട്ടുള്ള ഓരോ സെഷൻസ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ അല്ലെങ്കിൽ പേർപ്പസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമാണ് ഈ ഒരു സെഷനിൽ ചെയ്യാനുള്ളത്. സോ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ ബിൽഡിങ്ങിന് 3 കോമ്പണൻസ് ആണുള്ളത്: സബ്സ്ട്രക്ചർ, പ്ലിന്ത് ആൻഡ് ലാസ്റ്റ് വൺ സൂപ്പർ സ്ട്രക്ചർ. ഈ ഒരു ഫിഗർ നോക്കിയാൽ ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് കാണാം ഫൗണ്ടേഷൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഫൗണ്ടേഷൻ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സെഷനാണ് ആക്ച്വലി സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബേസ്മെൻറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ആ ഒരു ബേസ്മെൻറ്റിന് മുകളിലായിട്ട് പ്ലിന്ത് ലെവൽ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ആ ബേസ്മെൻറ്റ് ഓർ പ്ലിന്ത് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സെക്ഷൻ. അതിൻ്റെ മുകളിലേക്കുള്ള ടോട്ടൽ സെക്ഷനെയാണ് ആക്ച്വലി നമ്മൾ സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ്. സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിങ്ങിനെ മുകളിൽ നിന്ന് നോക്കുന്ന ആ ഒരു വ്യൂവിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. ടോപ്പിൽ നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂവിനാണ് പ്ലാൻ എന്ന് പറയുന്നത്. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിൽ ഒരു പെർട്ടിക്കുലർ ലൈൻ വരച്ചിട്ട് നമ്മൾ നേരെ എണീച്ച് നിന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ സെക്ഷണൽ വ്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു വീട്, നമ്മുടെ ഫ്രണ്ടിലൊരു വീടുണ്ടെങ്കിൽ ആ വീടിന് മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് ആ മുൻപിലെ പീസ് അങ്ങ് മാറ്റി വെച്ചാൽ ബാക്കിയുള്ളിൽ എന്താണോ കാണുന്നത് ആ ഒരു സെക്ഷനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കി നിൽക്കുകയാണ്. ആ ഒരു വീടിൻ്റെ മുകളിൽ നിന്നും നമ്മളൊരു ലൈൻ വരച്ചു. ആ ലൈൻ വരച്ച് വീടിനെ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടിലെ പോർഷൻ അങ്ങ് മാറ്റി വെച്ചാൽ കട്ട് ചെയ്തതിൻ്റെ ബാക്കിൽ വരുന്ന വ്യൂ എന്താണോ അതാണ് ആക്ച്വലി ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 സെഷൻസ് ആണുള്ളത്. സോ എക്സാമിനേഷന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ 3 പാർട്സ് ആദ്യം മാർക്ക് ചെയ്യാം. അതായത് താഴെ കാണിച്ച ഫൗണ്ടേഷൻ അവിടെ തന്നെ സബ്സ്ട്രക്ചർ എന്ന് മാർക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ ബേസ്മെൻറ്റ് ഓർ പ്ലിന്ത് എന്ന് മാർക്ക് ചെയ്യാം. ദെൻ ബാക്കിയുള്ള ടോട്ടൽ സെക്ഷനെ പ്ലിന്ത് ലെവൽ എന്ന് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്കുള്ള ടോട്ടൽ സെക്ഷനെ നമുക്ക് ടോട്ടലി സൂപ്പർ സ്ട്രക്ചർ എന്നും ഡിനോട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൽ കാണിച്ചിട്ടുള്ള ഓരോ കോമ്പണൻറ്റും അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. സോ അത്രയും ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഇനീഷ്യൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും.
വിത്ത് ഫിഗർ, അല്ലെങ്കിൽ ആ ഫിഗറും അതിൽ ഓരോ കോമ്പണൻസിനെയും മാർക്ക് ചെയ്യുന്നതിന് ഡെഫിനറ്റ്ലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കേസിൽ. സോ നമ്മൾ താഴത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നമ്മൾ കോൺക്രീറ്റ് PCC എന്ന് പറയുന്ന സെഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഫൗണ്ടേഷൻ്റെ താഴെ PCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ കമ്പി ഉപയോഗിക്കാതെ കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് PCC എന്ന് പറയുന്നത്. നമ്മുടെ സോയിലിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണെങ്കിൽ അത്തരം സിറ്റുവേഷനിലാണ് PCC ചെയ്യുന്നത്. അതിന് മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് സബ്സ്ട്രക്ചർ. ഫൗണ്ടേഷൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മളവിടെ റൈറ്റ് സൈഡിൽ GL എന്ന് കാണാം, ദാറ്റ് ഈസ് ഗ്രൗണ്ട് ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്തുള്ള പാർട്സിനാണ് സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ എത്തി. ദെൻ അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ 45 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന പ്ലിന്ത് അല്ലെങ്കിൽ ബേസ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം, ദാറ്റ് ഈസ് സെക്കൻഡ് പാർട്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഒരു ഫ്ലോറിംഗ് സെഷൻസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിന് മുകളിലേക്ക് വരുന്ന ഒരു സെഷനെയാണ് ആക്ച്വലി നമ്മൾ സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ വാൾ വരുന്നുണ്ട്, വിൻഡോസ് വരുന്നുണ്ട്, വിൻഡോയുടെ മുകളിലായിട്ട് ലിൻറ്റൽ പ്ലസ് സൺഷെയ്ഡ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് റൂഫിംഗ് RCC റൂഫിംഗ് സ്ലാബ് വരുന്നുണ്ട്, പാരപ്പറ്റ് വരുന്നുണ്ട്. RCC സ്ലാബിൻ്റെ മുകളിൽ വെതറിംഗ് കോഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം എല്ലാ കോമ്പണൻസിനെയും അതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കോമ്പണൻസ് ആണ് വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കി മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഫിഗർ ഇനീഷ്യലി എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. ഈ ഒരു ഫിഗർ വരച്ച് ഇതിൻ്റെ പാർട്സ് മനസ്സിലാക്കി നോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം ഈ ഓരോ കോമ്പണൻസും എന്താണെന്നുള്ളതൊന്ന് സ്വയം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഒരാൾക്ക് ഈ ഒരു ഫിഗർ കണ്ടതിന് ശേഷം ഈ ഓരോ പാർട്സും മനസ്സിലാക്കി ഒരു സെൽഫായിട്ടൊരു ഫിഗർ നോട്ട്ബുക്കിൽ വരയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഓരോ കോമ്പണൻസും എന്താണ്, അതെന്തിൻ്റെ പർപ്പസ് എന്താണ്, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1-ലെ 4th ചാപ്റ്ററാണ്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഒരു സെഷനാണ് നെക്സ്റ്റ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ബിൽഡിംഗ് റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസ്, ഇത്തരം കാര്യങ്ങളാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. സോ ഓക്കെ, താങ്ക് യു.